പടയമ്പാത്തുമല ദേശനിവാസികളെ, സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് വിശേഷപ്പെട്ട ഒരു സന്ദേശം നിങ്ങളെ അറിയിക്കുവാനുണ്ട്. വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ പറയുന്നു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ഈ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വന്നത്. ഒരു സ്വല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഇതിലേക്ക് തിരിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ഒരു ഗാനം പാടാം. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? സൃഷ്ടികളുമാർക്കു പാടുന്ന നാമം, സർവശക്തനാമേശുനാഥന്റെ നാമം. സർവസൃഷ്ടികളുമാർക്കു പാടുന്ന നാമം, സർവശക്തനാമേശുനാഥന്റെ നാമം. സർവപാപവും പോക്കിടുന്നൊരു രക്ഷിതാവിന്റെ നാമം, സർവവും നമ്മിലേകിടുന്നൊരു സ്വർഗതാതന്റെ നാമം. ഗരിസ രിസനി ഗരിസ രിസനി സനി പസനി പഗരി സരി ഗരി ഗപ ഗപ സനി സരി ഗപ ഗരി സനി പരിസ. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? നിത്യമാം ജീവനേകിടും പുണ്യനാമം, സത്യമാം വചനമായിടും ഏകനാമം. നിത്യമാം ജീവനേകിടും പുണ്യനാമം, സത്യമാം വചനമായിടും ഏകനാമം. നിത്യകാലവും
ഭക്തരിൽ നിത്യശക്തിയേകുന്ന നാമം, നിത്യതയെ തന്റെ മക്കളെ ചേർത്തിടുന്ന ഒരു നാമം. ഗരിസ രിസനി ഗരിസാരിസനി സനി പസനി പഗരി സരി ഗരി ഗ പഗ പ സനി സരി ഗ പഗരി സനി പലിസ. യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? യേശുവിൻ നാമമല്ലാതെ ഭൂവിൽ നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം, നാമം, നാമം. യേശുവിൻ നാമമല്ലാതെ ഭൂമിയിൽ വല്ലൊരു നാമമുണ്ടോ? മഹാദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യട്ടെ. ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശ് എന്ന സ്ഥലത്തിന്റെ ഒരു ചെറുഭാഗമായിരിക്കുന്ന ഈ സ്ഥലത്തോട്, ഈ സ്ഥലത്തിലെ ജനത്തോട് ദൈവത്തിന് പറയാനുള്ള അരുളപ്പാട് അറിയിച്ച് കടന്നു പോവുകയാണ് ഈ ടീം ഇവിടെ ചെയ്യുന്നത്. ഏകദേശം ഒരു 10-15 മിനിറ്റ് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഭൂമിയിൽ അല്പകാലം മാത്രം മനുഷ്യരായി ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് അധിക താമസിയാതെ മരണദിനവാതിലൂടെ കടന്നു പോകുന്ന നമ്മൾ ഓരോരുത്തരും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചത് എന്തിനാണ്? ആരാണ് ജനിപ്പിച്ചത്? എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്? എന്തുകൊണ്ട് എനിക്ക് വയസ്സാകുന്നു? എന്തുകൊണ്ട് ഞാൻ മരിച്ചു പോകുന്നു? മരിച്ചാൽ ഞാൻ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ശേഷം ജീവിതം എങ്ങനെ? ഇതൊന്നും അറിയാതെ വയറിലൊരു വിശപ്പുള്ളത് കൊണ്ട് ആ വിശപ്പ് നിവൃത്തിയാകുവാൻ ഈ ഭൂമിയിലെ കാര്യങ്ങൾ തിന്ന് വിശപ്പടക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് പണം വേണമെന്ന് പറയുന്നു. അങ്ങനെ പണമുണ്ടാകുവാൻ തക്കവണ്ണം ജോലി എടുക്കാൻ ചെന്നപ്പോ അതിന് വിദ്യാഭ്യാസം വേണമെന്ന് പറയുന്നു. അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യുവാൻ സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പണം ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പല പല രോഗങ്ങളാൽ ഭാരപ്പെട്ട് പിടിക്കപ്പെട്ട് ഈ ഭൂമിയിൽ മരണത്താൽ പിടിക്കപ്പെട്ട് ഒടുങ്ങുന്നു. എന്തിനാണ് ജീവിച്ചത്? അറിയില്ല. ആരാണ് ജനിപ്പിച്ചത്? അറിയില്ല. എന്താണ് ചെയ്യേണ്ടത്? അറിയില്ല. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അറിയില്ല. എന്തുകൊണ്ട് മരിച്ചുപോയി? അറിയില്ല. മരിച്ചാൽ ആർക്കാ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അറിയില്ല. തുടർന്നുള്ള ജീവിതം എങ്ങനെ? അറിയില്ല. അങ്ങനെ അറിയില്ലായുടെ ഒരു മാലപ്പടക്കം പൊട്ടിത്തീരുമ്പോൾ നമ്മൾ ഇവിടെയില്ല. അറിവില്ലായ്മയുടെ മാലപ്പടക്കം. എന്തുകൊണ്ട് നാം ഇങ്ങനെയായിപ്പോയി? ഇതിന്റെ നടുവിൽ നിങ്ങളുടെ ഇരുളടങ്ങിയ അവസ്ഥയ്ക്ക് പ്രകാശം തരുന്ന ദിവ്യമായ ഒരു സന്ദേശം. ആ സന്ദേശത്തിന്റെ പേരാണ് രാജ്യത്വ സുവിശേഷം. അത് നിങ്ങളെ അറിയിക്കുവാനാണ് ഈ ടീം ഈ പട്ടണത്തിലൂടെ, ഈ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്നത്. വിശുദ്ധ ബൈബിളിൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിനായ ക്രിസ്തു ഭൂമിയിൽ വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സർവ്വ സൃഷ്ടികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിന്റെ അറ്റം വരെയും പ്രസംഗിക്കപ്പെടും. അതോടെ യുഗം അവസാനിക്കും. എന്താണത്? പ്രിയ സഹോദരങ്ങളെ, തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്ന സന്ദേശത്തിൽ 2 ഭാഗങ്ങളുണ്ട്. വിശുദ്ധ ബൈബിളിലെ പുതിയ ഉടമ്പടിയുടെ ഭാഗത്ത് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: യേശുക്രിസ്തു ചെയ്തതും യേശുക്രിസ്തു ഉപദേശിച്ചതും.
രണ്ട് ഭാഗങ്ങളായിട്ടാണ് അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം ആരംഭിക്കുന്നത്. യേശു ക്രിസ്തു ഉപദേശിച്ചതും യേശു ക്രിസ്തു ചെയ്തതും. യേശു ക്രിസ്തു ഉപദേശിച്ച ആ ഉപദേശമാണ്, താൻ പ്രസംഗിച്ച പ്രസംഗമാണ് രാജത്വത്തിന്റെ സുവിശേഷം. എന്താണത്? സൃഷ്ടാവായ ദൈവം ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത, പ്രത്യേകിച്ചും മരണമില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പുകളിലും ഡിനോമിനേഷനുകളിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ അതിൽ നിന്നെല്ലാം വിടുവിച്ചെടുത്ത് തന്റെ കുടുംബത്തിലെ അംഗങ്ങളാക്കുന്ന, തന്റെ മക്കളാക്കുന്ന സന്ദേശമാണ് ഈ ദൈവരാജ്യത്വ സുവിശേഷം. തന്റെ മക്കളാക്കുക മാത്രമല്ല, തന്റെ ഉടമസ്ഥതയിലുള്ള പ്രപഞ്ചത്തിന്റെ ഒരു ചെറുകണികയായ ഭൂമിയുടെ ഭരണാധികാരികളാക്കുകയും ചെയ്യുന്ന സന്ദേശമാണ് രാജ്യത്വ സുവിശേഷം. ഇതാണ് യേശു ക്രിസ്തു ഉപദേശിച്ചത്. ഇതാണ് യേശു ക്രിസ്തു പറഞ്ഞത്. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു: ദൈവ രാജ്യം, ദൈവത്തിന്റെ കിങ്ഡം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെടുക. ദൈവം നിന്നോടുകൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ പാർക്കും. അതുകൊണ്ട് മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള, ഒന്നുകൂടി പറയാം, മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള മനുഷ്യ, മരണമില്ലാത്ത നിന്റെ സൃഷ്ടാവായ ദൈവത്തോടുകൂടെ ജീവിപ്പാൻ, ആ ദൈവത്തെ സ്വീകരിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ആമോസ് പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു: Prepare to meet thy Lord. നിന്റെ ദൈവത്തെ, നിന്റെ കർത്താവിനെ സ്വീകരിപ്പാൻ ഒരുങ്ങുക. ദൈവത്തോടുകൂടെ ജീവിപ്പാൻ ഒരുങ്ങുക. തുടർന്ന് യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ലൂക്കോസ് 12:32, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങളുടെ പിതാവ്. അപ്പൊ യേശു ക്രിസ്തു അവിടെ നമ്മളെ ഒരാളെ പരിചയപ്പെടുത്തി തരികയാണ്. നിങ്ങൾക്കറിയാവുന്ന പിതാവ് ഭൂമിയിലെ ചാക്കോയും മൊയ്തീനും ശശിയും ജോസഫുമാണ്. ഈ മരണമുള്ള പിതാക്കന്മാർ നിങ്ങൾക്കിവിടെ ഉള്ളപ്പോൾ തന്നെ മരണമില്ലാത്ത മറ്റൊരു പിതാവ് നിങ്ങൾക്കുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. യേശു ആ പിതാവിനെ കുറിച്ച് പരിചയപ്പെടുത്തരുകയാണ്: ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങളുടെ പിതാവ് കിങ്ഡം നിങ്ങൾക്ക് തരുവാൻ, ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക്, ദൈവത്തിന്റെ മക്കളായുള്ള ഇൻവിറ്റേഷനാണ് രാജ്യത്വ സുവിശേഷം. ഈ ഭൂമിയുടെ ഭരണം തിരിക്കുന്ന ഗവൺമെന്റിലേക്കുള്ള ഇൻവിറ്റേഷനാണ്, ഗവൺമെന്റിലെ രാജാക്കന്മാരായുള്ള ഇൻവിറ്റേഷനാണ് രാജ്യത്വ സുവിശേഷം. ദൈവ കുടുംബത്തിലെ PR, പെർമനന്റ് റെസിഡൻസ്, HPR, ഹെവൻലി പെർമനന്റ് റെസിഡൻസ് ലഭിക്കുന്ന ഇൻവിറ്റേഷനാണ്, അവസരമാണ്. ദൈവത്തിന്റെ മകനായി ക്രിസ്തുവിന്റെ കൂട്ടവകാശികളായി തീരുന്ന ഇൻവിറ്റേഷനാണ് ദൈവരാജ്യത്വ സുവിശേഷം. ഇത് നിങ്ങളെ അറിയിച്ച് കടന്നു പോകുവാനാണ് ഈ ടീം ഇപ്പോൾ ഈ വാഹനങ്ങൾ ഇവിടെ നിർത്തി നിങ്ങളെ അറിയിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, എന്റെ ജീവിതത്തിൽ മരണമുള്ള മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള എനിക്ക്, മരണത്താൽ പരാജയപ്പെട്ടു പോകുന്ന എനിക്ക്, മരണമില്ലാത്ത, ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത,
സൃഷ്ടാവോടുകൂടെ ജീവിപ്പാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നിനക്കുണ്ട് എങ്കിൽ അവിടെയാണ് പ്രിയ മകനെ, പ്രിയ മകളെ, യേശു ക്രിസ്തു ചെയ്തതിന്റെ പ്രാധാന്യം. ഇത്രയും നേരം നിങ്ങൾ കേട്ടത് യേശു ക്രിസ്തു ഉപദേശിച്ചതിനെ കുറിച്ചാണ്, യേശു ക്രിസ്തു പറഞ്ഞതിനെ കുറിച്ച് ആണ്, ആ സന്ദേശത്തെ കുറിച്ചാണ്. എന്നാൽ ഈ സന്ദേശം നാം അവകാശമാക്കുവാൻ, സ്വർഗീയ കുടുംബം, ദൈവത്തോടൊപ്പമുള്ള ജീവിതം അവകാശമാക്കുവാൻ, HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ് അവകാശമാക്കുവാൻ ഞാനും നിങ്ങളും എന്ത് ചെയ്യണമെന്നൊരു ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെയാണ് യേശു ക്രിസ്തു ചെയ്തതിന്റെ പ്രാധാന്യം. യേശു ക്രിസ്തു ഈ HPR ഹെവൻലി പെർമനന്റ് റെസിഡൻസ്, ദൈവത്തോടുകൂടിയുള്ള വാസം നാം അവകാശമാക്കുവാൻ തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ മരണമാണ്. മരണത്തിന്റെ കാരണം നമ്മുടെ പാപമാണ്. പാപത്തിന്റെ പരിഹാരം ദൈവത്തിന്റെ നിയമത്തിൽ മരണമാണ്. രക്തം ചിന്തൽ കൂടാതെ പാപമോചനമില്ല. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, സ്വർഗീയനായവൻ, പ്രപഞ്ച സൃഷ്ടിയുടെ മുഖാന്തരമായിരുന്നവൻ, ആ മുഖാന്തരമായിരുന്ന ക്രിസ്തു തന്റെ പിതാവിന്റെ കൽപ്പന പ്രകാരം ഇതാ ക്രിസ്തു, വചനമെന്ന മറുപേരുള്ള ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ യേശുവായി, യേശു ക്രിസ്തുവായി നമ്മളോട് 3.5 വർഷം ദൈവത്തിന് പറയാനുള്ള സന്ദേശം അറിയിച്ചിട്ട് 3.5 വർഷത്തിന്റെ ഒടുക്കം രക്തം വരെയും ഊറ്റിക്കൊടുത്ത് താൻ യാഗമായി മരണം താൻ ഏറ്റെടുത്തു. മാനവരാശികളായ നമ്മൾ പാപം നിമിത്തം, പ്രിയ സഹോദരങ്ങളെ, ഇവിടെ യേശു നമ്മളെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സ്വതന്ത്രമാക്കിയത് നമ്മൾ യേശു പ്രസംഗിച്ച ആ ദൈവ കുടുംബത്തിലേക്ക് യേശുവിനെ അനുഗമിച്ചും അനുസരിച്ചും ാകുന്നു എന്നിലൂടെ അകത്ത് കടപ്പൻ. അതുകൊണ്ട് രക്ഷപ്പെടാൻ കുഞ്ഞെ നീ ഒരു മാർഗം, ഒരു വഴി നിന്റെ ഹൃദയത്തിൽ അന്വേഷിക്കുന്നുവെങ്കിൽ യേശു പറഞ്ഞു തരികയാണ്, ഞാനാണ് അതിനുള്ള വഴി, ഞാനാണ് അതിനുള്ള വാതിൽ, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. പ്രിയ മക്കളെ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പാപത്തിൽ നിന്നും മരണത്തിൽ രക്ഷിപ്പാൻ അത്യുന്നതനായ ദൈവം മറ്റൊരു നാമവും നമുക്ക് നൽകിയിട്ടില്ല, തന്റെ പുത്രനായ ക്രിസ്തു യേശുവിന്റെ നാമമല്ലാതെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഈ പുത്തൻകുരിശിലെ ഈ സബ് ഗ്രാമത്തിലെ ജനങ്ങളോടും മാത്രമല്ല ഈ ശബ്ദ കാഴ്ചപരിധിയിൽ എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, ഞാൻ സ്നേഹിക്കുന്ന എന്റെ സഹോദരങ്ങളോടും ഒക്കെ എനിക്ക് പറയാനുള്ളത്, മക്കളെ, മരണം നിങ്ങളെ നേടുന്നതിന് മുമ്പ്, മരണം നിങ്ങളെ കീഴടക്കുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട്, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണെന്ന് വിശ്വസിച്ചതുകൊണ്ട് നിങ്ങൾ ആ സ്വർഗീയ ഭവനത്തിലെ PR എടുക്കുവാൻ, പെർമനന്റ് റെസിഡൻസ് എടുക്കുവാൻ, ക്രിസ്തുവിലൂടെ അത്യുന്നതനായ ദൈവമായ സ്വർഗസ്ഥ പിതാവുമായി ഒന്നാകുവാൻ, അങ്ങനെ ആ സ്വർഗീയ കുടുംബക്കാരാകുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ അവസരം നഷ്ടമാക്കരുതേ എന്ന് നിങ്ങളേവരോടും ഓർപ്പിക്കുകയാണ്. ഇതാ പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരും സഹോദരിമാരും നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് ഇതാ ഒരു ട്രാക്ട്, ഒരു നോട്ടീസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ നോട്ടീസിൽ ഞങ്ങളുടെ നമ്പറുണ്ട്. അത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുവെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പൂക്കാട്ടുപടി എന്ന ദേശത്ത് പ്രാർത്ഥനാലയം എന്ന ദൈവവചനം ധ്യാനം ഉള്ള ഒരു ധ്യാന കേന്ദ്രമുണ്ട്. എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ആ ധ്യാനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവിടെ കടന്നു വന്ന് ഇതാ ആശ്വാസമില്ലാത്തവർക്ക് ദൈവത്തിന്റെ വചനം പറയുന്നു, അമ്മ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങളെ വേണ്ട, നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളെ വേണ്ട, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് നിങ്ങളെ വേണ്ട, പണമില്ലാതെ ആയപ്പോൾ, ആരോഗ്യമില്ലാതെ ആയപ്പോൾ, പണിയില്ലാതെ ആയപ്പോൾ നിങ്ങളെ ആർക്കും വേണ്ട എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ, മോനെ മോളെ, തെറ്റിപ്പോയിട്ടോ, തെറ്റിപ്പോയി.
നിനക്ക് വേണ്ടി ഹൃദയം എരിയുന്ന ഒരു പിതാവ് നിനക്കുണ്ട് എന്ന് യേശുക്രിസ്തു ഇവിടെ വന്നപ്പോൾ പരിചയപ്പെടുത്തി തന്നത് ഓർക്കണം എന്ന് നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ആ ദൈവം പറയാണ്, ഒരമ്മ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് ആരെങ്കിലും അവിടെ കടന്നു വന്ന് ദൈവം തരുന്ന ഈ ആശ്വാസം കൈക്കൊള്ളുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവം തന്ന നിത്യജീവൻ കരസ്ഥമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തോടുകൂടിയുള്ള ജീവിതം കരസ്ഥമാക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുന്നുവെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഞങ്ങളെ ഏൽപ്പിച്ച അടുത്ത ദേശത്തിലേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ദേശത്തിലെ ഈ ശബ്ദ കാഴ്ചവരുതയിൽ അങ്ങേ കാണുകയും അങ്ങയുടെ ശബ്ദം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഏവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ, അവരുടെ മക്കളെ, അവരുടെ ജീവിത പങ്കാളിയെ, മാതാപിതാക്കന്മാരെ, അവരുടെ ബിസിനസ്സിനെ, അവർ ചെയ്യുന്ന സകലത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്നു. മരണം അവരെ കീഴടക്കുന്നതിന് മുമ്പ് മരണത്തെ കീഴടക്കുവാനുള്ള അങ്ങയുടെ രാജ്യത്തെ സുവിശേഷത്തിന്റെ പദ്ധതി അവരിപ്പോൾ കേട്ടു. പക്ഷെ എത്ര പേർക്കത് ഗ്രഹിച്ചെന്ന് ഞങ്ങൾ അറിയുന്നില്ല. എന്നാൽ അങ്ങയുടെ നല്ല ആത്മാവ് ആ കുഞ്ഞുങ്ങളെ അത് ഗ്രഹിക്കുകയും യേശു ക്രിസ്തുവിലൂടെ അങ്ങയുടെ കുടുംബമായി ഒന്നായി തീരുകയും അങ്ങുമായി ഒന്നായി തീരുകയും ചെയ്യുന്ന ഈ മഹത് വാർത്ത അവരുടെ ജീവിതത്തിന്റെ ഒരു ലാളനമായി തീരുവാൻ, അവരുടെ അവകാശമായി തീരുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഈ മക്കൾ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായിരിക്കട്ടെ. ഈ അനുഗ്രഹം ഇവരുടെ എല്ലാ ഭൗതിക അവസ്ഥകളെ മാത്രമല്ല, ഇവരുടെ സാമൂഹികവും ഇവരുടെ ആന്തരികവുമായ അവസ്ഥകളെ മാത്രമല്ല, ദൈവരാജ്യം അവകാശമാക്കുവാൻ ഇടയാകട്ടെ എന്ന് അങ്ങയോട് പ്രാർത്ഥിച്ചും അതിനുവേണ്ടി ആഗ്രഹിച്ചും ഇവരെ അനുഗ്രഹിച്ചും കൊണ്ട് ഞങ്ങൾ കടന്നു പോകുന്നു. നിങ്ങളൊരു അനുഗ്രഹമാകട്ടെ. സർവ്വമഹത്വ സ്വർഗസ്ഥ പിതാവിന് യേശു ക്രിസ്തുവിൻ നാമത്തിൽ താങ്ക് യു വെരി മച്ച്. ബി ഫ്രൂട്ട്ഫുൾ. അനുഗ്രഹീതമായിരിക്കട്ടെ. ആമേൻ.